ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. ഒരുപക്ഷെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള സ്വാധീനം, ബന്ധം, അടുപ്പം ഇതൊക്കെ ഇതിനൊരു കാരണമായിരിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധമായിക്കോട്ടെ, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമായിക്കോട്ടെ, ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധമായിക്കോട്ടെ, ഇതൊക്കെ ഇന്ത്യയെ കൂടി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ കംബോഡിയയും തായ്ലാന്റും തമ്മിൽ യുദ്ധത്തിലേക്ക് പോവുകയാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. F-16 യുദ്ധവിമാനം ഉപയോഗിച്ച് കംബോഡിയയുടെ മിലിറ്ററി ബേസുകളും കേന്ദ്രങ്ങളും അടക്കം ആക്രമിച്ചിരിക്കുകയാണ് തായ്ലൻഡ്. ഈ തായ്ലൻഡിന് നേരെ കംബോഡിയയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. റോക്കറ്റുകളും ഷെല്ലുകളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് തായ്ലൻഡിനെ കംബോഡിയയും ആക്രമിച്ചിട്ടുണ്ട്. അതിന് തിരിച്ചടിയായിട്ടാണ് തായ്ലൻഡ് ഇപ്പോൾ അങ്ങോട്ട് ആക്രമിച്ചിരിക്കുന്നത്. ഇവര് രണ്ടുപേരും തമ്മിൽ എന്താണ് പ്രശ്നം? ഇതിൽ എന്താണ് ഇന്ത്യയുടെ റോൾ? ഒന്നാമത്തെ കാര്യം, ഇത് രണ്ടും നമ്മുടെ കൾച്ചറുമായിട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതായത് ഇന്ത്യൻ കൾച്ചർ പ്രിസർവ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ. നേപ്പാളിനെ പോലെ, ഭൂട്ടാനെ പോലെ, അല്ലെങ്കിൽ ടിബറ്റിനെ പോലെ, ശ്രീലങ്കയെ പോലെ ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണിത്. അവരുടെ തനതായ ആ പ്രദേശത്തെ തദ്ദേശീയ കൾച്ചർ കൂടി ഇതിനോട് ചേർന്നിട്ടുണ്ടാവാം. പക്ഷേ മോസ്റ്റ്ലി അവർ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചർ തന്നെയാണ്, അതിന്റെ അവരുടേതായ ഒരു വേർഷൻ. ഈ തായ്ലൻഡിലും കംബോഡിയയിലും ഒക്കെ ബുദ്ധിസവും ഹിന്ദുയിസവുമാണ് വളരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന റിലീജിയൻ എന്ന് പറയുന്നത്. ബേസിക്കലി റിലീജിയൻ എന്ന് പറയുന്നതിലുപരിയായിട്ട് നമ്മുടെ കൾച്ചറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെന്തിനാണ് അടികൂടുന്നത്? അടികൂടുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളുടെ പേരിലാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ ക്ഷേത്രങ്ങളുണ്ട്. അത് പുരാതനമായ ക്ഷേത്രങ്ങളാണ്. അതിനകത്ത് ബുദ്ധക്ഷേത്രങ്ങളുണ്ട്, ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഈ ബുദ്ധനും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളും ഒക്കെ ഉള്ള രണ്ടും കൂടിയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ പല പല ക്ഷേത്രങ്ങളുടെ പേരിൽ ഇവർ തമ്മിൽ കാലങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അതൊരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഘർഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ ഇടപെടും, ചൈന ഇടപെടും, എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോ ഈ ഒരു യുദ്ധം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളിലും ബുദ്ധിസമാണ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ എന്ന് പറയുന്നത്. രണ്ട് കൂട്ടരും ഏതാണ്ട് ഒരേ വിശ്വാസവും ഒരേ സംസ്കാരവും ഒക്കെ പോലെ തന്നെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇവിടുത്തെ ബുദ്ധിസത്തിന് 2000 വർഷത്തോളം പഴക്കമുണ്ട്, 2000 വർഷത്തിലേറെ പഴക്കമുണ്ട്. അശോകന്റെ കാലത്ത് തന്നെ ഇവിടേക്ക് ബുദ്ധിസം എത്തിയിരുന്നു. അശോകൻ അയച്ച ബുദ്ധിസ്റ്റ് സന്യാസിമാർ അല്ലെങ്കിൽ മിഷണറിമാര് ഇവിടെ ബുദ്ധിസം പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ചോള സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ ഇവിടെയൊക്കെ ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതായിരുന്നു, അല്ലെങ്കിൽ ചോളന്മാരുടെ ഇന്ത്യൻ കൾച്ചറിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അതിന് പുറമെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അവിടെ തന്നെ സ്വയം നിരവധി ബുദ്ധിസ്റ്റ് രാജാക്കന്മാരും ഹൈന്ദവ രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായിട്ട് അത്രയേറെ ബന്ധമുള്ള ഒരു റീജിയൺ ആണിത്. അവിടെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഉൾപ്പെടെയുള്ളവ ഈ റീജിയണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ തായ്ലൻഡിലും അതുപോലെ തന്നെ കംബോഡിയയിലും ഇന്ത്യൻ കൾച്ചറിന്റെ സ്വാധീനം അത്രത്തോളം ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഫൈറ്റ് സ്വാഭാവികമായിട്ട് നമുക്കും ഒരു വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ത്യയുമായിട്ട് നല്ല അടുപ്പമുള്ള രാജ്യങ്ങൾ കൂടിയാണ്. തായ്ലൻഡ് വളരെ അടുപ്പമുള്ള രാജ്യമാണ്. ഈ ഒരു റീജിയണിൽ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഖേമർ സാമ്രാജ്യം. ഇത് സ്ഥാപിച്ചത് ജയവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്. 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് അദ്ദേഹം ഈ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതും ഭരണത്തിന് തുടക്കമിടുന്നതും. 657 മുതൽ 681 വരെ കണ്ട് അദ്ദേഹം ഭരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം ഒരുപാട് ഭരണാധികാരികൾ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും മറ്റുമൊക്കെ ആയിട്ട്, അതായത് ഈ 600കൾക്ക് ശേഷം 1000-ലും 1100-ലും 1200-ലും ഒക്കെ ആയിട്ടൊക്കെ നിരവധി ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഖേമർ ടെമ്പിൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ പേരിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, കംബോഡിയയും അതുപോലെ ഇന്നത്തെ തായ്ലൻഡും തമ്മിൽ തർക്കങ്ങളുണ്ട്. ഈ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെയായിരുന്നു. പലപ്പോഴും ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് പലയിടങ്ങളിലായിട്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ പേരിൽ ഇവർ തമ്മിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാണ്. അതിന്റെ ഒരു സൈനികമായ ഒരു ആക്രമണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. F-16 യുദ്ധവിമാനം ഉൾപ്പെടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളുടെ അവകാശത്തെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ്. ഇത്തവണ അതൊരു സൈനിക നീക്കമായിട്ട് മാറിയപ്പോൾ ആളുകൾ മരണപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ കംബോഡിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തായ്ലൻഡ് നടത്തിയ ആക്രമണത്തിൽ 9 പേര്, കുട്ടി ഉൾപ്പെടെ 9 പേര് കൊല്ലപ്പെട്ടു എന്നാണ് സൂചന. കംബോഡിയ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 2 തായ്ലൻഡുകാർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഇതിന് പിന്നാലെ 86 അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് 40,000-ഓളം വരുന്ന ആളുകളെ തായ്ലൻഡ് അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷമാണ് പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ വഷളായി കിടക്കുകയാണ്. ഇത് ഇന്ന് വലിയ സംഘർഷങ്ങളൊക്കെ അതിർത്തിയിൽ നടന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സുരിൻ പ്രവിശ്യയിലുള്ള
താ മുൻ തോം ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ ഭാഗത്താണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാവുന്നത്. ഇവിടേക്ക് കംബോഡിയ പീരങ്കി ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തിയെന്നാണ് സൂചന. തായ് സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. രാവിലെ പിന്നീട് കംബോഡിയ വീണ്ടും ഒരു ആക്രമണം നടത്തി. മൂപ്പായിലെ തായ് സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു ആക്രമണം നടത്തുകയും തുടർന്ന് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് കംബോഡിയയിലേക്ക് തായ് സൈന്യം ആക്രമണം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു കുഴിബോംബ് സ്ഫോടനത്തിൽ 2 തായ് സൈനികർക്ക് പരിക്കേൽക്കുകയും അതിൽ ഒരാളുടെ കാലുകൾ സ്ഫോടനത്തിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ തന്നെ ബന്ധം വഷളായിരിക്കുമ്പോഴാണ് ഇന്ന് അതിന്റെ തുടർച്ചയായ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. കംബോഡിയയുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കംബോഡിയൻ സൈന്യം പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതിനെ തുടർന്ന് 2 രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെയും പുറത്താക്കിയിരിക്കുകയാണ്. ഇനി വലിയ രാജ്യങ്ങളുടെ ഇടപെടലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ 2 പുരാതന സംസ്കാരങ്ങളുടെ ഭാഗമായ രാജ്യങ്ങൾ തമ്മിൽ വലിയ ഭയാനകമായ യുദ്ധം പോലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ വീണ്ടും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഇടപെടേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. അതിലുപരിയായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ചൈനയുടെ ഉൾപ്പെടെ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.